എക്സാം വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഇതെന്നെ ഒന്ന് പാസ്സാക്കി തന്നാൽ മതി. എല്ലാവരും ചെയ്യും ഈ എക്സാമിനെ ഒന്ന് പാസ്സാവാൻ പ്രാർത്ഥിക്കണേ, നല്ല മാർക്ക് കിട്ടാമെന്ന് പ്രാർത്ഥിക്കണേന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവം പാസ്സാവും, കഴിയും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അടുത്ത എക്സാം വരും. അപ്പോഴത്തേക്കും ദൈവമേ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ അതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ദൈവമേ ഞാനിങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ്, നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഞാനിങ്ങനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് നടന്നില്ലെങ്കിലും ഐ എം ഹാപ്പി, കാരണം മേ ബി ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. അപ്പം ദൈവമേ ഒന്ന് കാത്തോണേ എന്നുള്ളൊരു അങ്ങനൊരു ഇതാണ്. ഇപ്പം ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഞാൻ വിഷമം വരും എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് എ റീഡയറക്ഷൻ. ഇപ്പം പല റിജക്ഷൻസും പല നമ്മുടെ ഫെയിലിയേഴ്സും ഒക്കെ എന്താ പറയുക, ഒരു കണക്കിന് പിന്നെ ഭാവിയിൽ നന്നായിട്ട് വരും. കാരണം പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെ ഒരു ഡിലേ വന്നിട്ടുണ്ടോ അപ്പോൾ വിഷമിച്ചതിന് രണ്ടിരട്ടിയായിട്ട് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണ നടക്കാറ്.